പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും അസോസിയേഷൻ, ടൂറിസ്റ്റ് കൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, പി പണിക്കർ ഫൗണ്ടേഷൻ തുടങ്ങിയവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു കൂട്ടയുണ്ടായിട്ട് പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും
കുരുന്നിലെ പിടികൂടാൻ മാഫിയ പരുങ്ങിനിൽ കൊണ്ടെമ്പാടും പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ വിഷങ്ങൾ പലതുണ്ടരുതേ അവയുടെ അടുത്തു പോലും മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാകട്ടെ മാനവകൃത്യം ചില്ലയിലല്ല മാർഗുകൾ വിടരട്ടെ. നേതൃത്വത്തിൽ ഇന്ന് കേരളം ഒട്ടാകെ നടന്ന 87 സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ നടന്ന സ്നേഹത്തം പ്രോഗ്രാമിന്റെ തൊടുപുഴയില് നടന്ന പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനമാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ലഹരി എന്ന് പറയുന്ന വിപത്ത്, ലഹരിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ദൂഷ്യഫലങ്ങൾ എന്താണോ അത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ഓരോ ദിവസവും ലഹരിക്കെതിരെ, ലഹരിയുടെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പല പ്രോഗ്രാമും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെതിരെ നമ്മുടെ ഒരു ചെറിയ ഒരു അലംഭാവം പോലും നമ്മുടെ യുവതലമുറയെ, നമ്മുടെ കുട്ടികളെ ഇത് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തുകയാണ് എന്ന് നമുക്ക് പറയാം. കാരണം മയക്കുമരുന്നിന്റെ അഥവാ ലഹരിയുടെ, നാർക്കോട്ടിക്സിന്റെ തീവ്രത ഈ കുറച്ചു നാളുകളായി, അതായത് ഏതാനും മാസങ്ങളായി നമ്മളുടെ കേരള സമൂഹത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ ഹൃദയസ്പർശിയായിട്ടുള്ള നമ്മളുടെ ഓരോ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും മനസ്സ് ഉള്ളുടയ്ക്കുന്ന രീതിയിലുള്ള അതിതീവ്രമായ ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പത്രമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, ഇതിലൂടെയുള്ള ഇതുപോലെയുള്ള അറിവുകളെല്ലാം, ഇതുപോലെയുള്ള ഓരോ പ്രവൃത്തികളും നിങ്ങളിലേക്ക് വളരെ ഇമ്മീഡിയറ്റ് തന്നെ ഇതിൽ സെക്കൻഡ്സ് തന്നെ എത്തുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റീസെന്റ് ആയിട്ടുള്ള ലഹരിയുടെ അടിസ്ഥാനത്തിൽ അതിക്രമങ്ങളിലേക്ക് നീണ്ടിയിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രവർത്തനം അത് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ മൊത്തം ജനങ്ങളുടെ ലഹരിക്കെതിരെയുള്ള വ്യാപകമായ ക്യാമ്പയിൻ നടത്തപ്പെടുന്ന ഒരു ദിവസം. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ പഞ്ചായത്തില് ഇന്ന് രാവിലെ നമ്മുടെ സ്റ്റേഷൻ SHO ഫ്ലാഗ് ഓഫ് ചെയ്ത കൂട്ടയോട്ടം ഒരു ഫ്ലാഷ് മോബോട് കൂടി നമ്മൾ കോളേജിലെത്തി അതിന്റെ സമാപന സമ്മേളനത്തിലാണ് എത്തിച്ചേർന്നത്. ഇവിടെ പ്രധാനമായിട്ട് പറയുവാനുള്ളത്, വളരെ ആശങ്കയോടെ നമ്മുടെ സംസ്ഥാനം വിറങ്ങിച്ച് നിൽക്കുന്ന ഒരവസ്ഥാ വിശേഷത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി നാം എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും, എവിടെ തിരിഞ്ഞാലും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ട ഒരു സമൂഹത്തെയാണ് നമുക്ക് ചുറ്റുവട്ടം കാണാൻ കഴിയുന്നത്. ഇതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തീവ്രമായ ഒരു ചർച്ചയുടെയും പ്രവർത്തനങ്ങളുടെയും ബോധവൽക്കരണത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് സർക്കാർ തന്നെ സർക്കുലറിന്റെ ഭാഗമായിട്ട് വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക, ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക, ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തുക ലഹരിക്കെതിരെ എന്ന ഒരു സന്ദേശവുമായിട്ടാണ് നമ്മൾ ഈ കൂട്ടയോട്ടം നടത്തുന്നത്. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ
അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എന്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരി മുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളെയും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. നമ്മുടെ സാധന ആശംസിച്ച സാറും നമ്മുടെ പ്രിൻസിപ്പൽമാരും എല്ലാവരും പറഞ്ഞു, ഇന്ന് കേരളത്തിൽ മാർച്ച് 7-ന് കേരളത്തിലെ എല്ലാ IHRD സ്ഥാപനങ്ങളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് നമ്മുടെ കേരള ജനതയെ ഞെട്ടിച്ചിരിക്കുന്ന കുറച്ച് വാർത്തകൾ മൂലമാണ് നമുക്ക് ഇങ്ങനെ ഒരു കൂടിച്ചേരലിന് വേദി ഒരുക്കേണ്ടി വന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം മറ്റു വിദേശ രാജ്യങ്ങളിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള, കാലങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ള ചില സംഗതികൾ ലഹരിയും മദ്യവും മറ്റു മയക്കുമരുന്നുകൾക്കും എല്ലാം അടിമപ്പെട്ട് കൊലപാതകങ്ങളും അത്തരം മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ ചരിത്രത്തില് നമ്മുടെ ഓർമ്മയിലൊക്കെ 1999 അമേരിക്കയിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി 2-3 ചെറിയ കാര്യങ്ങൾ. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജീവനക്കാരുടെ പരിമിതി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റ് ഉണ്ട്. മറ്റു രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ഈ ക്യാമറയുടെ ചിത്രം കാണിക്കും, എന്നിട്ട് നമ്മുടെ നാട്ടില് ഒരു അമ്മാമ്മയുടെയും ഒരു അപ്പാപ്പന്റെയും ഒക്കെ ചിത്രം കാണിക്കും. ഉമ്മർത്തോ ചായപ്പീടിയയിലോ ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വീക്ഷിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളാരും കണ്ടിട്ടില്ലേ? കണ്ടവരുണ്ടായിരിക്കാം, ഇല്ലാത്തവരുണ്ടായിരിക്കാം. അങ്ങനെ ഒരു ചിത്രമുണ്ട്. അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ജനത്തിനെ നോക്കുന്നത് ഈ ക്യാമറകളാണ്. പക്ഷെ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ മക്കളെ നമ്മൾ ഓരോരുത്തരെയും നിരീക്ഷിക്കുന്നത് നമ്മുടെ കാരണന്മാരാണെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് തിരിച്ചു വരേണ്ട ഒരു കാലമാണ്. നമ്മുടെ മക്കളെ എവിടെ പോയാലും അവരെ നിരീക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ലഹരി എന്ന് പറയുന്ന ഒരു മഹാവിപത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വളരെയധികമായി പടർന്നു കയറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മുമ്പിലുള്ളത്. പക്ഷേ എനിക്ക് കൊണ്ട് പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞതുപോലെ ഇവിടെ തലയോട്ടിൽ നിന്ന് വിശുദ്ധമാളം പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടവരല്ല എന്നതാണ്. അതേറെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഇത്രയധികം കോളേജ് സ്കൂൾ ക്യാമ്പസുകളുള്ള മുട്ടത്തെ സംബന്ധിച്ച് 10,500 വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന സ്ഥലമാണ്. 14,000 വിദ്യാർത്ഥികൾ വന്നു പോകുന്ന സ്ഥലമാണ്. എക്സൈസിന്റെ സ്ഥാപനങ്ങളിലുപോലെ കുറ്റവാളികളും കള്ളന്മാരും നമ്മൾ ജയിലെടുത്തത് ഇവരെ കൈമാറ്റം ചെയ്യപ്പെടുന്ന റോഡ് നമ്മുടെ മുമ്പിലൂടെയാണ് പോകുന്നത്. പക്ഷെ ഇതിനൊന്നും അടിമപ്പെടാതെ ഞാൻ കേവലമായി എന്റെ കർത്തവ്യം നിർവഹിക്കുമെന്നും ഈ കോളേജിലെ ഓരോ വിദ്യാർത്ഥികളും പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് നമുക്ക് കേൾക്കുവാൻ സാധിച്ചത്. 36 വർഷം മുമ്പാണ് BN പണിക്കരുടെ ഒരു കോൺഗ്രസിന് ആരംഭിക്കണമെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VK ആലോചിച്ചത്. അതിന് പുറകിൽ വലിയൊരു ചരിത്രമുണ്ടായിരുന്നു. വർഷങ്ങളോളം പുള്ളി ഒരു അധ്യാപകനായിരുന്നു. അതുപ്രകാരം രാജ്യത്തുള്ള അറിവില്ലാത്ത സ്ഥലങ്ങൾ അറിവുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വായിക്കുവാൻ വേണ്ടി പുസ്തകങ്ങൾ ഒന്നും വായിക്കുവാനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. പല വീടുകളിലും പോയി ചെറിയ പുസ്തകങ്ങൾ വായ്പയായിട്ട് മേടിച്ച് അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി ലൈബ്രറി പോയി വായനാശാലകൾ ആരംഭിക്കും. അങ്ങനെ ഇവിടെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഇതുപോലെ വായനശാലകൾ ഉയർന്നമായതോടുകൂടി
വികൃതമായി. അതിനുശേഷം ഇവിടെ PN പണിക്കർ സാറ് കടന്നതിലേക്ക് നന്ദി പറയുക. എനിക്ക് വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകം എന്താണ്? ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകം യോജിത് സാറിനും പറയാം. ഈ സമാധാനം എങ്ങനെ കിട്ടും? കടയിൽ പോയി ഒരു കിലോ സമാധാനം മേടിക്കാൻ പറ്റും? എന്താണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ, സ്റ്റേജിൽ ഇരിക്കുന്നവർക്കും പറയാം, ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകം? അതിനെ ബേസിലാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ച്. ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകം ആരോഗ്യമാണ്, അല്ലേ? ജീവനുണ്ടെങ്കിലേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ജീവനുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് ശരീരത്തിന് വിരുദ്ധമായി വരുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിന് തീരുമാനങ്ങളാണ് ഉണ്ടാവേണ്ടത്. ആ തീരുമാനങ്ങൾ എടുക്കേണ്ടത് റോൾ മോഡലുകളിൽ നിന്നാണ്. ഇന്നത്തെ കാലത്ത് റോൾ മോഡലുകളുടെ അഭാവമാണ്. റോൾ മോഡലുകൾ ധാരാളമുണ്ട്. പക്ഷെ ഈ റോൾ മോഡലുകളൊന്നും അവരുടെ ജീവിതത്തിൽ നിഷ്ഠയുള്ളവരോ ചൈതന്യമുള്ളവരോ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ 50കൾക്ക് മുൻപുള്ള റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മഹത്തുക്കളായിട്ടുള്ള ശ്രീനാരായണ ഗുരു, അതോടൊപ്പം ചട്ടമ്പി സ്വാമികളെ പോലുള്ളവരായിരുന്നു. ഇന്നത്തെ റോൾ മോഡൽ നമുക്ക് ഭാരതത്തെ സംബന്ധിച്ചാൽ അംബാനിയും അദാനിയും അല്ലെങ്കിൽ ബിൽഗേറ്റ്സും ഒക്കെയാണ്. ഇവര് പെരിഫറലായിട്ടുള്ള ഒരു ചില കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധ ചെലുത്തുന്നുള്ളൂ. ആ പെരിഫറലായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ അവിടെ കച്ചവട മനോഭാവം ഉണ്ടാകുന്നത്. ആ കച്ചവട മനോഭാവത്തിന്റെ ബാക്കിപത്രമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലവിധമായുള്ള കാരണങ്ങൾ. അതായത് കുട്ടിക്ക് സ്വന്തം അച്ഛനെയോ അമ്മയോ പെങ്ങളെയോ സഹോദരനെ പോലും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ഉള്ള സൗമായ കാലഘട്ടം കടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സ്വന്തം അമ്മയെ കുട്ടിയെ കഴിച്ച് കൊല്ലാനും സ്വന്തം സഹോദരനെ അതേ അവസ്ഥയിൽ തന്നെ കൊണ്ടു നിൽക്കാനുമുള്ള ഒരു മാനസിക അവസ്ഥ ഇത് നമ്മുടെ കുട്ടികളിൽ സംജാതമായിരിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മുടെ കൊറോണ കാലത്തിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികളിൽ ഇതുപോലെയുള്ള സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസം അല്ലെങ്കിൽ വ്യതിയാനം ഉണ്ടാകാൻ ഇടയായിട്ടുള്ളത്. എന്നാൽ ആ സമയങ്ങളിൽ എക്സൈസിന്റെയോ പോലീസിന്റെയോ കയ്യിൽ നിന്നും എടുക്കുന്ന നാർക്കോട്ടിക് കേസുകൾ വളരെ തുച്ഛമായ കേസുകളായിരുന്നു. സ്നേഹത്തോടെ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഔപചാരിക ചടങ്ങുകൾ ഇന്ന് അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്.